അംബിയാ മുർസലീങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ജന്നാത്തുൽ ഫിർദൗസിന്റെ അഖിലുകാരിൽ പടച്ചറബ് നമ്മയും പരിഗണിക്കുമാറാകട്ടെ. ഒരു പുതിയ ഹിജ്റ വർഷത്തിന്റെ പടിവാതിൽക്കലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ ദുൽഹജ്ജ് മാസം പിന്നിട്ട് കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കകം ഹിജ്റ വർഷം 1448 നാം പ്രവേശിക്കും. ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഓരോ മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണ്. ഇസ്ലാമിക നാഗരികതയുടെയും ഇസ്ലാമിന്റെ വളർച്ചയുടെയും വികാസത്തിന്റെയും ഓരോ ചരിത്ര ഘട്ടങ്ങളിലും നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ സൂക്ഷ്മമായ രേഖപ്പെടുത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി മക്കയിൽ പിന്നീട് മദീനയിലും ചിലവഴിച്ച 23 വർഷക്കാലം, അഥവാ ഒരു നൂറ്റാണ്ടിന്റെ 4/1 താഴെ മാത്രം ദൈർഘ്യമുള്ള കാലയളവ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനുകരണീയമായ രീതിയിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അഥവാ ഇസ്ലാമിക ചരിത്രത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവസാനിച്ചു പോകുന്ന, എക്സ്പയറി ആകുന്ന, മാറ്റിവെക്കപ്പെടേണ്ടുന്ന ഒരു അവസ്ഥാവിശേഷം സംഭവിക്കാനില്ല. ഇസ്ലാമിന്റെ ചരിത്രം ആവർത്തനക്ഷമതയുള്ളതാണ്. ഇസ്ലാമിന്റെ ചരിത്രം ഇസ്ലാമിക സമൂഹത്തിന്റെ അതിജീവന പരതയെ ജ്വലിപ്പിച്ചു നിർത്തുന്നതുമാണ്. അഥവാ ഇസ്ലാമിക ചരിത്രം കേവലം പറയാനും കേൾക്കാനും വായിക്കാനും വിലയിരുത്താനും മാത്രമുള്ളതല്ല. അതിനൊരു ആവർത്തനക്ഷമതയുണ്ട്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങൾ ഓർമ്മപ്പെടുന്നു. ആദ്യമായിട്ടല്ല ആ പാഠങ്ങൾ എന്റെ സഹോദരങ്ങൾക്ക് മുൻപിൽ ഞാൻ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയ കഴിഞ്ഞ 6 വർഷത്തിലധികമായി വ്യത്യസ്തമായ പല ഇടവേളകളിലും പല വിഷയങ്ങളുടെയും ഭാഗമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിരവധി തവണ ആവർത്തിക്കപ്പെട്ട അതേ വിഷയം പിന്നെയും സഹോദരങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇസ്ലാമിക ചരിത്രത്തിന് അങ്ങനെ ഒരു സവിശേഷതയുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ്. അത് ആവർത്തനക്ഷമതയുള്ളതാണ്. എന്തിനാണ് ഈ ആവർത്തനക്ഷമത എന്ന് ചോദിച്ചാൽ, ഓരോ കാലഘട്ടത്തിലും മുസ്ലിം സമൂഹം ജീവിച്ചിരിക്കുമ്പോൾ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും വൈതരണികളെയും മറികടക്കാനുള്ള അവരുടെ ഊർജവും കരുത്തും ഈ ചരിത്ര പാഠങ്ങളിൽ നിന്നാണ്. അവർക്ക് മുൻപിൽ ചിലപ്പോൾ തിരമാലകൾ പോലെ ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രതിസന്ധികൾ രൂപം കൊള്ളും. ചിലപ്പോൾ അവരുടെ മുമ്പിൽ കൊടുമുടികൾ കണക്കെ, പർവ്വതങ്ങൾ കണക്കെയുള്ള വിഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടും. പക്ഷെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഉമ്മത്ത് മുസ്ലിമയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് മുൻപിൽ ഉയർന്നു വരുന്ന എത്ര വലിയ പ്രതിസന്ധികളുടെയും മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അവരുടെ ഈമാനികമായ ആവേശമാണ്. ആ ഈമാനികമായ ആവേശം അവർക്ക് മുമ്പിൽ പകർന്നു കൊടുക്കുന്നത് ചരിത്രത്തിൽ ഉടനീളം കഴിഞ്ഞു പോയിട്ടുള്ള അംബിയാ മുർസലീങ്ങളുടെ, പ്രവാചകന്മാരുടെ ചരിത്ര പാഠങ്ങളിൽ നിന്നായിരിക്കും. ഹിജ്റയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മുഹാജിറുകൾ കൂടിയായിരുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് മറ്റു നാടുകളിലേക്ക് അള്ളാഹുവിന്റെ കലിമത്തു തൗഹീദിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പ്രയാണം ചെയ്യേണ്ടി വന്നവരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഷെയ്ഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം,
മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് വേണ്ട ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ വഴിത്തിരിവായി മാറിയ സംഭവങ്ങൾ ഹിജ്റയായിരുന്നു എന്നതാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന വലിയ ഒരു വസ്തുത. അപ്പോൾ സ്വാഭാവികമായും ആ ഓരോ ഹിജ്റയും സത്യവിശ്വാസികൾക്ക് മുമ്പിൽ നൽകുന്ന ചില തിരിച്ചറിവുകളുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എഴുന്നേറ്റ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ബാക്കി എല്ലാ താല്പര്യങ്ങളെയും ബലികഴിക്കാൻ കഴിയുന്നവരാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്, അതുകൊണ്ട് ബാഹ്യമായ ഭൗതികമായ താല്പര്യങ്ങളൊക്കെയും ഞാൻ മാറ്റിവെക്കും എന്ന് തീർച്ചപ്പെടുത്തുന്നവരാണെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരാണെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന ശുഭപ്രതീക്ഷ നിങ്ങൾക്ക് നിലനിർത്താം. ഇതാണ് ഓരോ ഹിജ്റയുടെയും മർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, സുദീർഘമായി നമ്മൾ പഠിച്ചിട്ടുള്ള ചില പാഠങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉയർത്തിപ്പിടിച്ച ഏറ്റവും ആദ്യത്തെ ഒരു സന്ദർഭം, അഥവാ സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് മക്കയിലെ ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, ഈ പർവ്വതത്തിന്റെ മറുഭാഗത്ത് നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ ഒരു സംഘം വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവരുടെ മറുപടി തീർച്ചയായും നിന്നെ ഞങ്ങൾ വിശ്വസിക്കും. കാരണം നീ അൽ അമീനാണ്, നീ സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, നാളിതുവരെ കളവ് പറഞ്ഞിട്ടില്ലാത്ത, കളിയുടെയും ചിരിയുടെയും ഭാഗമായി പോലും ഒരാളോടും കളവ് പറഞ്ഞിട്ടില്ലാത്ത അത്രമേൽ സൂക്ഷ്മത പാലിക്കുന്ന നിന്നെ ഞങ്ങൾ വിശ്വസിക്കും. പക്ഷെ ഈ മറുപടിക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തദീബു ലക്കുമുൽ അറബു വ തഖദബു ലക്കുമുൽ അജം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സന്നദ്ധരാണോ? അറബ് ലോകവും അനറബ് ലോകവും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്നവരോട് പറയുമ്പോൾ തബ്ബല്ലക യാ മുഹമ്മദ് അലി ഹാദാ ജമഅതന എന്ന് ചോദിക്കുന്ന അബൂലഹബിനെയാണ് കാണുന്നത്. തോളിൽ കൈയിട്ട് നടന്നിരുന്ന, സ്നേഹപൂർവ്വം ഇടപെട്ടിരുന്ന വലിയ ഒരു വിഭാഗം മനുഷ്യർ തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദെ നിനക്ക് നാശം, അലിഹാദ ജമഅതന, ഇതിനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചോദിക്കുന്ന അബൂലഹബിന്റെ കാഴ്ചപ്പാടിലേക്ക് ലയിച്ചു ചേരുന്നതായിട്ടാണ് പിന്നെ നമ്മൾ കാണുക. അപ്പൊ എല്ലാ സ്നേഹബന്ധങ്ങളും അവിടെ മാറ്റിവെക്കപ്പെട്ടു, എല്ലാ ആദരവുകളും അവിടെ മാറ്റിവെക്കപ്പെട്ടു, എല്ലാ പരിഗണനകളും മാറ്റിവെക്കപ്പെട്ടു. പകരം മുഹമ്മദ് ഇതുവരെ പറഞ്ഞതൊക്കെയും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നു. ഇപ്പോൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ ഏതൊക്കെയോ കാലം മുതൽ ഞങ്ങളുടെ കാരണവന്മാരിലൂടെ ആരാധിച്ചും ആചരിച്ചും കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ കർമ്മങ്ങളും ഞങ്ങളുടെ ആചാരങ്ങളും ഒക്കെ വേണ്ട എന്ന് പറയാൻ മുഹമ്മദിന് എങ്ങനെ ധൈര്യം വരുന്നു? പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ചരിത്രം പിന്നീട് 23 വർഷക്കാലം മക്കയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലവഴിക്കുന്ന 13 വർഷം വ്യത്യസ്തമായ സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ആ കടന്നു പോകുന്ന വ്യത്യസ്തമായ സംഭവ വികാസങ്ങൾ, അതിൽ ആട്ടിപ്പായിക്കലുകളുണ്ട്, കല്ലെറിയലുകളുണ്ട്, ശകാരവർഷങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്. സുജൂദിൽ വീട് കിടക്ക ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലിട്ട് ദുർഗന്ധം വമിക്കുന്ന ആ കുടൽമാലയുമായിട്ട് ഇങ്ങനെ കിടക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ താണ്ഡവ നൃത്തം ചവിട്ടുന്നുണ്ട്. സുജൂദിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ തലക്ക് മുകളിൽ കാല് ചവിട്ടി വെച്ചിട്ട് ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ ഈ തല ഇവിടെ ഞാൻ ചവിട്ടിയെടുക്കുമെന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇത്തരം സംഭവവികാസങ്ങൾ എല്ലാം നടക്കുന്നിടത്തും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ഏതൊരു ദൗത്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരാണോ ആ ദൗത്യത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് മാത്രം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നാടുകളെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അബസീനിയ എന്നറിയപ്പെടുന്ന, ആ കാലഘട്ടത്തിൽ അബസീനിയ എന്നറിയപ്പെട്ടിരുന്ന
ഇന്ന് എത്യോപ്യ എന്നറിയപ്പെട്ടിരുന്ന നജ്ജാഷി എന്ന് പറയുന്ന ക്രൈസ്തവ രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന നാട്ടിലേക്ക് ആളുകൾ പറഞ്ഞയക്കുന്നുണ്ട് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി. ത്വായിഫിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വമേധയാ പുറപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ അബസീനിയയുടെ മണ്ണും ത്വായിഫിന്റെ മണ്ണും ഒന്നും അള്ളാഹുവിന്റെ റസൂലിനെ പാട്ടുപാടി സ്വീകരിക്കാൻ മാത്രം പര്യാപ്തമല്ലാത്ത വിധത്തിലായതുകൊണ്ട് പിന്നെയും കാത്തിരുന്നു. ഏറ്റവും ഒടുവിൽ യസ്രിബിന്റെ മണ്ണ് അഥവാ മദീനയുടെ മണ്ണ് ജനങ്ങൾ ഒന്നടക്കം അള്ളാഹുവിന്റെ റസൂലിനെ വരവേൽക്കുന്നിടത്തേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് ചരിത്രം. ആ യാത്ര അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും അത്ഭുതകരമായ ഒരു വർത്തമാനം സൂറത്തുൽ ഇസ്രായിലെ 80-81 ആയത്തുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ആദ്യം പാരായണം ചെയ്തതാണ്. ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ കഴിയാത്ത വിധം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത് വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖറജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അല്ലാഹുവേ, എന്റെ റബ്ബേ, ഈ ജനത എന്നെ പറഞ്ഞയക്കുകയാണ്. മലമുകളിൽ നിന്ന് മക്കയിലേക്ക് തിരിഞ്ഞു നോക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു നോട്ടമുണ്ട് ചരിത്രത്തിൽ. ആ മലമുകളിൽ നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മക്കയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, മക്കേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് നീയാണ്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ നാട് നീയാണ്. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടെ നിന്ന് എന്നെ പോകാൻ ആട്ടി ഓടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ മക്ക വിട്ടു പോകുമായിരുന്നില്ല. മക്കയുടെ മുമ്പിൽ ഒരു വിലാപകാവ്യത്തിന്റെ അടിവരയിടുന്ന വർത്തമാനം പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു പോകുന്നത്. ആ പുറപ്പാടിന്റെ ഘട്ടത്തിൽ വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖറജ സിദ്ഖിൻ, അള്ളാഹുവേ, സത്യത്തിന്റെ പ്രവേശനവും സത്യത്തിന്റെ പുറപ്പാടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഞാനിപ്പോൾ പുറപ്പെടുന്നതും എന്റെ പ്രവേശനവും എന്റെ പുറപ്പാടും ഒക്കെ സത്യത്തിന്റെ പിൻബലമുള്ളതായിരിക്കണം എന്ന് മാത്രമല്ല, വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, അല്ലാഹുവേ, നിന്നിൽ നിന്നുള്ള ഒരു സഹായിയുടെ അധികാരത്തിന്റെ പിൻബലമുള്ള സഹായം കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ ദീനിനെ നട്ട് നനച്ച് വളർത്തി പാകപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ സമഗ്രതയെ വളർത്തി ലോക ജനതയുടെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുന്ന ഒരു പിൻബലം എനിക്ക് ലഭിക്കേണ്ടതുണ്ട്. പറയുന്നത് എപ്പോഴാണ്? സ്വന്തം നാട്ടിൽ നിലനിൽക്കാൻ പോലും കഴിയാതെ നാട് വിട്ട് പോകേണ്ടി വരുന്ന, തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നെട്ടോട്ടമോടുന്ന ഒരു ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല, വിശുദ്ധ ഖുർആൻ ഈ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത്. പരിഹാസത്തോടുകൂടി ആളുകൾ പിന്നീട് ചോദിച്ചിട്ടുണ്ട്, അല്പകാലമെങ്കിലും ഈ പറഞ്ഞ വാക്കുകൾക്ക് ശേഷം ഫഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സബൂക, സത്യം വന്നിരിക്കുന്നു, അസത്യം തകർന്നിരിക്കുന്നു, അസത്യം തകരാനുള്ളത് തന്നെയാണ്. പറയുന്ന സന്ദർഭത്തെ കൂടി നമ്മൾ ആലോചിക്കണം. സത്യം വന്നിരിക്കുന്നു, അസത്യം തകർന്നിരിക്കുന്നു, അസത്യം തകരാനുള്ളത് തന്നെയാണ്. സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു ഘട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരു പ്രഖ്യാപനമാണ് പ്രിയമുള്ളവരെ സൂറത്തുൽ ഇസ്രാ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചത്. അപ്പൊ ആ ഒരു പുറപ്പാടിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വീട് വളഞ്ഞിരിക്കുകയാണ്. ഖുറൈശി ഗോത്രത്തിലെ മക്ക എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് ജീവിക്കുന്ന സകലമാന ഗോത്രങ്ങളിലെയും കുടുംബങ്ങളിലെയും ഓരോ പുരുഷ പ്രതിനിധികൾ തങ്ങളുടെ മൂർച്ചയുള്ള ആയുധങ്ങളുമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് കാവലാണ്. എന്തിനാ? പുറത്തു പോകാതിരിക്കാൻ. രാത്രി കാവൽ നിൽക്കുന്നത് നാളെ നേരം പുലർന്നാൽ മുഹമ്മദിനെ വധിക്കണമെന്നും ആ വധത്തിൽ ആരുടെ വെട്ടേറ്റ് കൊല്ലപ്പെട്ടാലും പിന്നെയും വെട്ടണമെന്നും ആ രക്തത്തിൽ മക്കയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും പങ്കുണ്ടാകണമെന്നും അങ്ങനെ വന്നാൽ ഖുറൈശികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, ബനൂ ഹാഷിം കുടുംബം തങ്ങളോട് പ്രതികാരം ചെയ്യുകയില്ല എന്നുമുള്ള ഒരു ധാരണ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പക്ഷെ അവർക്കിടയിലൂടെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ യാസീനിന്റെ ആദ്യ ഭാഗങ്ങൾ പാരായണം ചെയ്തിട്ട് ഷാഫത്തിൽ വുജൂഹ് എന്ന ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തേങ്ങിക്കരയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ വാപ്പ എന്തൊരു കരച്ചിലാണ് കരഞ്ഞത്. ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഉള്ളു പൊട്ടി കരയുമെന്ന്, ഹൃദയം പൊട്ടി കരയുന്നത്
ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എന്തേ അത്ര സന്തോഷമെന്ന് ചോദിച്ചാൽ, ഒരാളോടും ഒരു മുന്നറിയിപ്പും കൊടുക്കാതിരുന്ന ആ പാതിരാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ വിളിച്ചിട്ട് പറയുന്നു, അബൂബക്കറെ, അള്ളാഹുവിന്റെ തീരുമാനം വന്നിരിക്കുന്നു, നമുക്ക് പോണം. അള്ളാഹുവിന്റെ തീരുമാനം വന്നിരിക്കുന്നു. അള്ളാഹു എന്നോടൊപ്പം സഞ്ചരിക്കാനുള്ള സുഹൃത്തായി നിന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഒരു കരച്ചിലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ എന്നെ എത്രമേത്രം സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹത്തോട് ഒട്ടി നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വൈകാരികമായ ഒരു ടച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവര്, വലിയ അത്ഭുതമാണ്. ആ ചരിത്രം ഇങ്ങനെ വരച്ചു വെക്കുന്ന വാങ്മയ ചിത്രങ്ങളുണ്ടല്ലോ, അതിങ്ങനെ വരച്ചു വെക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിൽ കാണാൻ കഴിയുന്ന തിളങ്ങിയും വിളങ്ങിയും നിൽക്കുന്ന അത്ഭുതകരമായ നക്ഷത്രങ്ങളായി മാറുകയാണ് അവരൊക്കെ. അബൂബക്കർ റളിയല്ലാഹുവിനോടൊപ്പം പുറപ്പെട്ടു പോകുന്ന ആ നിർണായകമായ യാത്രയിൽ സത്യത്തോടൊപ്പമുള്ള പുറപ്പാട്, സത്യത്തോടൊപ്പമുള്ള പ്രവേശനം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് എളുപ്പമാണ്. അള്ളാഹുവിന്റെ ഒരു സുന്നത്തും നടപടിക്രമവുമുണ്ട്. ലോകത്ത് എന്ത് തന്നെ നടക്കണമെങ്കിലും ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ, ആയിത്തീരുക എന്ന് പറഞ്ഞാൽ മതി, അള്ളാഹുവിന് അതായിത്തീരും. പക്ഷെ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ അങ്ങനെ അള്ളാഹു അദൃശ്യമായ മാർഗങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും നടത്താറില്ല. ചില കാര്യങ്ങൾക്ക് ചരിത്രപരമായ പിൻബലം ഉണ്ടാകും. ചില കാര്യങ്ങൾക്ക് സുദീർഘമായ കാലയളവിന് ശേഷം വരാൻ പോകുന്ന ഒരു തലമുറയുടെ കൈകളിലൂടെ അള്ളാഹു ചിലത് നടത്തും. ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു ചരിത്രം, അഥവാ അള്ളാഹുവിന്റെ തീരുമാനവും കാലങ്ങളിലൂടെ കടന്നു വന്ന ചരിത്രത്തിന്റെ പിൻബലവും കുറേയധികം മനുഷ്യരുടെ ഇടപെടലുകളിലൂടെയുമാണ് ഹിജ്റ എന്ന് പറയുന്ന മഹത്തായ വിജയത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. എനിക്ക് സവിശേഷമായിട്ട് പറയാനുള്ളത്, ഈ ഹിജ്റയുടെ യാത്രയിൽ നമ്മൾ ധാരാളം കേട്ട് പരിചയമുള്ള ഒരു ചരിത്രമുണ്ടല്ലോ. സൗർമലയുടെ മുകളിൽ സൗർ ഗുഹയിൽ അഭയം തേടിയ 3 ദിവസക്കാലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും അഭയം കിട്ടിയ സൗർ ഗുഹയെ കുറിച്ച്. ആ സൗർ ഗുഹയിൽ 3 ദിവസം കഴിച്ചു കൂട്ടുമ്പോ മക്കയിൽ ഇങ്ങനെ ഖുറൈശികൾ ജാഹിലിയത്തിന്റെ ഏറ്റവും വലിയ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരാണോ മുഹമ്മദിനെ പിടികൂടുന്നവൻ അവന് 100 പെണ്ണൊട്ടകമാണ്. 100 പെണ്ണൊട്ടകം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കാവുന്നതിന്റെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഇനാമാണ്. ജാഹിലിയത്ത് അങ്ങനെയാണ്, ഇനാം പ്രഖ്യാപിച്ചിട്ടാണ് ആളുകളെ വശീകരിക്കുക. അപ്പൊ ഇനാമ് പ്രതീക്ഷിച്ചുകൊണ്ട് പലരും പല വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു സംഘം ആളുകൾ ഈ സൗർമലയുടെ സൗർ ഗുഹയുടെ ചുവട്ടിലെത്തുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലെ, അവരിൽ ആരെങ്കിലും തങ്ങളുടെ കാൽ ചുവട്ടിലേക്ക് ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ, കാൽമുട്ടിനോളം ഒന്ന് തല താഴ്ത്തിയിട്ട് ആ തല ഒന്ന് ചരിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ റസൂലെ നമ്മൾ പിടിക്കപ്പെടുമല്ലോ എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചകരെ താങ്കൾ ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, ആരും സഹായിക്കാനില്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ താങ്കൾ സൗർ ഗുഹയിൽ അഭയം തേടിയിരുന്നപ്പോൾ, നിങ്ങൾ 2 പേര് മാത്രമായിരുന്നപ്പോൾ മൂന്നാമനായി അള്ളാഹു ഉണ്ടായിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നല്ലോ. താങ്കളുടെ സുഹൃത്ത്, ആ സുഹൃത്ത് താങ്കളോട് പറയുകയാണ് നമ്മൾ പിടിക്കപ്പെടുമല്ലോ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂട്ടുകാരനോട് പറയുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ഭയപ്പെടരുത്, നീ ദുഃഖിക്കരുത്, അല്ലാഹ് നമ്മോടൊപ്പമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയാ, ഹിജ്റ ലോകത്ത് എല്ലാ കാലത്തും എല്ലാ സത്യവിശ്വാസികളും, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ സത്യവിശ്വാസികളോടും പറയുന്ന ഏറ്റവും കനപ്പെട്ട വർത്തമാനം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് പറയാൻ നമുക്ക് പറ്റോ എന്നൊരു ചോദ്യമാണ്. എനിക്ക് പേടിയില്ല, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്. എനിക്ക് ആശങ്കയില്ല, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്. എനിക്ക് എന്റെ റബ്ബിനെ വിശ്വാസമാണ്. ആ റബ്ബ് എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാൻ എനിക്കുള്ള കരുത്ത് നൽകിയിട്ടുള്ളത്. ഞാൻ വേണമെങ്കിൽ ഇന്ന് രാത്രി മരിച്ചോട്ടെ, അല്ലെങ്കിൽ ഇന്ന് ജുമാ കഴിഞ്ഞിട്ട് ഞാൻ മരണപ്പെട്ടോട്ടെ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. എനിക്കൊരു പേടിയുമില്ല, എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഹിജ്റയുടെ ഒരു വലിയ പാഠമാണ്. ആ പാഠത്തെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വർത്തമാനത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ടത്, മാ വന്നക യാ അബൂബക്കർ, അബൂബക്കർ നീ എന്താ വിചാരിച്ചത്? ബി ഇസ്നൈൻ അല്ലാഹു സാലിസുഹുമാ,
മൂന്നാമനായി അള്ളാഹു കൂടെയുള്ള 2 ആളുകളെ കുറിച്ച് അബൂബക്കറെ നീ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? നീ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് സവിശേഷമായി അല്ല അടിവരയിട്ട് പിന്നെയും ആവർത്തിച്ച് പറയാനുള്ളത് ഈ ഒരു ചോദ്യമുണ്ടല്ലോ, അല്ലെ ഈ ഒരു വർത്തമാനമുണ്ടല്ലോ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഭയപ്പെടേണ്ടതില്ല, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു വർത്തമാനം പറയാൻ നമുക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മെ കുറിച്ച് പറയാൻ, നമ്മുടെ മക്കളും നമ്മുടെ ഇണകളുമായിട്ടിരിക്കുമ്പോൾ ഭയപ്പെടേണ്ട, അല്ലാഹ് നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ, നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് പേടിയില്ല, എന്റെ കച്ചവടത്തിൽ, എന്റെ ഇടപാടിൽ, എന്റെ ബിസിനസ്സിൽ എന്റെ കൂടെ അല്ലാഹ് ഉണ്ട് എന്ന് പറയാൻ, ഞാൻ തൊഴിലെടുക്കുന്ന എന്റെ തൊഴിലിടത്ത് എനിക്ക് പേടിയില്ല, ഞാൻ എന്റെ മുതലാളിയെ കബളിപ്പിക്കുന്നില്ല, ഞാൻ ആരുടെയും മുമ്പിൽ ഒന്നും ചെയ്യുന്നില്ല, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് പറയാൻ ഏറ്റവും വലിയ കരുത്താണ്. ആ ഏറ്റവും വലിയ മൂല്യവത്തായ ഒരു വർത്തമാനത്തെയാണ് ഹിജ്റ എല്ലാ കാലഘട്ടത്തിലും പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത്. അതിനെ ഞാൻ വല്ലാതെ ഇനി വിശദീകരിക്കുന്നില്ല. മറ്റൊരു സംഗതി കൂടി ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു വേള ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള, നമ്മൾ കേട്ടുപരിചയമുള്ള ഹിജ്റയുടെ ചില ചരിത്ര മുഹൂർത്തങ്ങളുണ്ട്, മാറ്റിവെക്കാൻ പറ്റാത്ത. എന്ന് പറഞ്ഞാൽ ചരിത്രം തങ്കലിപികളിൽ കോറി വെച്ച് മനുഷ്യ സമൂഹത്തെ ആകമാനം വിസ്മയിപ്പിച്ചിട്ടുള്ള ചില ഇടങ്ങളുണ്ട്. അതിലൊന്നാണ് സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റ. എല്ലാവരും ഹിജ്റ പോയി, മക്ക വിട്ട് പോയിരിക്കുന്നു, വിശ്വാസികളൊക്കെ മദീനയിലെത്തിയിരിക്കുന്നു. സുഹൈബുർ റൂമി എന്ന് പറയുന്ന ധനാഢ്യനായ കച്ചവടക്കാരൻ, റൂമിൽ നിന്ന് വന്ന് ഇസ്ലാം സ്വീകരിച്ചവനാണ്. സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കച്ചവടമൊക്കെ കഴിഞ്ഞ് കുറെ കച്ചവട ചരക്കുകളും ഒക്കെ ആയിട്ട് മക്കയിൽ വന്നു കഴിഞ്ഞപ്പോ മക്കയിൽ വിശ്വാസികളില്ല, എല്ലാവരും മദീനയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. ആ പോകുന്നതിന് മുൻപ് അദ്ദേഹം കഅബാലയത്തിന്റെ സമീപം വന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച്, ഞാൻ എന്റെ ഹിജ്റ, എന്റെ പുറപ്പാട് മദീനയിലേക്ക്, യസ്രിബിലേക്ക് ഞാൻ പുറപ്പെടുകയാണ് എന്ന് തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനമെടുക്കുന്ന കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നിട്ട് ഖുറൈശികൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. സുഹൈബ്, നീ പോകാൻ തീരുമാനിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, നിനക്ക് പോകാം. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഉടനീളം നീ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള ഈ കച്ചവട ചരക്കുകൾ മുഴുവനും ഉണ്ടല്ലോ, ഇത് മക്കയിലെ ഞങ്ങൾക്കിടയിൽ കച്ചവടം ചെയ്തതാണ്. ഈ ചരക്കുമായിട്ട് പോകാൻ നിനക്ക് അനുവാദമില്ല, നീ പോണെങ്കിൽ പോയിക്കോ, അതല്ലെങ്കിൽ ഈ കച്ചവട ചരക്കുകളുമായിട്ട് ഇവിടെ നിൽക്കാം, നിനക്ക് തനിയെ പോകാൻ അനുവാദമുണ്ട്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അവരുടെ മുമ്പിൽ ശാന്തനായി കഅബാലയത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നത്, അത്തറക്തു ലക്കും മാലി അതുഹല്ലൂന സബീലി. എന്റെ ഈ സമ്പത്ത് നിങ്ങളുടെ പ്രശ്നമാണെങ്കിൽ, ഈ സമ്പത്ത് ഞാൻ നിങ്ങളുടെ കാൽ കീഴിൽ വെച്ചു തന്നാൽ, അത്തറക്തു ലക്കും മാലി അതുഹല്ലൂന സബീലി, എന്റെ വഴിയെ പോകാൻ നിങ്ങൾ എന്നെ അനുവദിച്ചേക്കുമോ എന്നാണ് ചോദ്യം. അവർ പറഞ്ഞു, പിന്നെന്താ, ഞങ്ങളുടെ പ്രശ്നം ഇതേ ഉള്ളൂ. ഒരുപാട് ആളുകൾ പോയല്ലോ, കൂട്ടത്തിൽ ഒരു സുഹൈബ് റൂമി കൂടി പോകുന്നു, ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളുടെ പ്രശ്നം ഈ സമ്പത്താണ്. ഈ സമ്പത്ത് കൊണ്ട് പ്രലോഭിപ്പിച്ച് സുഹൈബ് റൂമിയെ മക്കയിൽ തന്നെ നിലനിർത്തണം എന്നത് അവർ ആഗ്രഹിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഇത് മുഴുവനും കൊടുത്ത് ഈ ധനാഢ്യനായ സമ്പന്നനായ ഈ മനുഷ്യൻ 435 പരം കിലോമീറ്റർ ദൈർഘ്യമുള്ള മരുഭൂമിയിലൂടെയുള്ള യാത്രയുണ്ടല്ലോ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു യാത്രയാണ്, ഒരൊറ്റ വസ്ത്രം ധരിച്ചുള്ള യാത്രയാണ്. ഈ 430 പരം കിലോമീറ്ററുകൾ സഞ്ചരിച്ച അദ്ദേഹം മദീന ലക്ഷ്യം വെച്ച് ചെല്ലുമ്പോ ഖുബാ പള്ളിയുടെ പരിസരത്ത് അകലെ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈബ് റൂമിയെ കാണുമ്പോൾ, ഒരു പൊട്ട് പോലെ കാണുമ്പോ കൈ രണ്ടും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാണ്, റബിഹൽ ബൈഅ യാ സുഹൈബ്, റബിഹൽ ബൈഅ യാ അബാ യഹ്യ. സുഹൈബ്, വലിയ കച്ചവടം, ലാഭകരമായ കച്ചവടമാണ് നീ ചെയ്തത്. അബൂ യഹ്യ, നീ ചെയ്ത കച്ചവടം വലിയ ലാഭകരമാണ്. സുഹൈബ് റൂമി ഓടി വന്നു, കാണാൻ കാത്തിരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തുമുള്ള മണ്ണിൽ കാലുകുത്തിയതിന്റെ എല്ലാ സന്തോഷവും കൊണ്ട് ഓടി വന്ന അള്ളാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് മാ സബഖനി അഹദുൻ ഇലൈക ഇല്ലാ അഖ്ബറക ജിബ്രീൽ. അല്ലാഹുവിന്റെ റസൂലേ, പടച്ച റബ്ബ് സത്യം, എനിക്ക് മുൻപ് എന്നെ മക്കയിൽ ഖുറൈശികൾ പിടിച്ചു നിർത്തിയതോ എന്റെ സമ്പത്തൊക്കെ ഞാൻ അവർക്ക് വിട്ടുകൊടുത്തതോ ഈ മരുഭൂമിയിലൂടെ ഞാൻ യാത്ര ചെയ്തതോ എനിക്ക് മുമ്പ് വന്ന ഒരു കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. ഇല്ല അഖ്ബറക ജിബ്രീൽ, ജിബ്രീലാണ് താങ്കളെ അത് അറിയിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കരയുകയാണ്. അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞു.
അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, കണ്ണു നിറഞ്ഞു. ആ കരയുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെയും സുഹൈബുർ റൂമി റളിയല്ലാഹുവിന്റെയും ഹൃദയങ്ങൾ ഇങ്ങനെ പരസ്പരം മിടിക്കുന്ന ആ മിടിപ്പിനിടയിലാണ് 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹു അർശിന്റെ ചുവട്ടിൽ നിന്ന് മുഖറബായ സയ്യിദുൽ മലായിക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. വമിനൻ നാസി മയ്യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചില മനുഷ്യരുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചില ആളുകളുണ്ട്. മയ്യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ല. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതത്തെ മുഴുവനും വിറ്റുകളഞ്ഞ ആളുകളാണ്. അള്ളാഹുവിന്റെ തൃപ്തിയാണ് അവർക്ക് വലുത്. ഇതിനേക്കാൾ വലിയ ഹിജറയുടെ സന്ദേശം നമുക്കുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹിന്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ. അതുപോലെ അള്ളാഹുവിന് വേണ്ടി എല്ലാം മാറ്റിവെച്ചു എന്ന് പറയാൻ. ഇതാണ് പ്രിയമുള്ളവരെ ഹിജറ എന്ന് പറയുന്നത്. ഇതൊരു കാലഘട്ടത്തിൽ അവസാനിച്ചു പോയ കുറെ പച്ചക്കരളുള്ള മനുഷ്യരുടെ ജീവിതം മാത്രമല്ല, ആ പച്ചക്കരളുള്ള മനുഷ്യരിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത ഒരു ആദർശത്തിന്റെ ആവർത്തനക്ഷമതയുള്ള ചരിത്രത്തെയാണ് നമ്മൾ ഹിജ്റ എന്ന് പറയുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഇത് ആവർത്തനമാണ്. വെറും വർത്തമാനത്തിന്റെ ആവർത്തനം മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ സന്ദർഭങ്ങളിലും ആവർത്തിക്കപ്പെടേണ്ട അള്ളാഹുവിന്റെ കരുതലും അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ സഹായവും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിനുള്ള പ്രചോദനമാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇതിനേക്കാൾ അപ്പുറം ഹിജ്റയെ നമുക്ക് നോക്കിക്കാണാൻ വലിയ വിളക്കുമാടമാണ്. വലിയ വിളക്കുമാടം. ആ വിളക്കുമാടത്തിൽ നിന്ന് എല്ലാ ദിശകളിലേക്കും വെളിച്ചം പ്രസരിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഓരോ ദിശകളിലേക്കും ആ വിളക്കുമാടത്തിൽ നിന്ന് വെളിച്ചം പ്രസരിക്കും. പ്രിയമുള്ളവരെ, ഹിജ്റ പഠിച്ച് അടച്ചു വെക്കാനുള്ള ഒരു അധ്യായമല്ല, പഠിച്ച് അവസാനിപ്പിക്കാനുള്ള ഒരു അധ്യായമല്ല. നമ്മളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാൻ, നമ്മുടെ ജീവിതത്തെ മനോഹരമായി നിറം പിടിപ്പിക്കാനുള്ള, മനോഹരമായി നെയ്തെടുക്കാനുള്ള ചില അവസരങ്ങളാണ് ഹിജ്റയുടെ ചരിത്ര പാഠങ്ങൾ നമുക്ക് മുമ്പിൽ പകർന്നു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറപ്പ് അവന്റെ ഏറ്റവും നല്ല ദാസന്മാരും ദാസികളുമായി ജീവിച്ച് നല്ല മനുഷ്യരായി മരണപ്പെടാൻ നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ.